ശബരിമല കടന്നു പോകുന്ന മണ്ഡലങ്ങൾ റാന്നി, കോന്നി, അങ്ങ് സൂചിപ്പിച്ച ചെങ്ങന്നൂര്, ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ദേവസ്വം മന്ത്രിയുടെ മണ്ഡലം, ഈ പറയുന്ന ഏറ്റുമാനൂർ, ഇവിടെയൊക്കെ ബി ജെ പിക്ക് എന്താ സ്ഥാനാർത്ഥി ഇല്ലാത്തത്? താമര ചിഹ്നത്തിൽ എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി ഇല്ലാത്തത്? അവിടെയൊക്കെ മിനിഞ്ഞാന്ന് വരെ കുന്നത്തുകാട് ഉണ്ടായിരുന്ന ഒരു മാങ്ങാ പാർട്ടി ഇന്നതൊരു ചക്ക പാർട്ടിയാണ്. ആ ചക്ക പാർട്ടിയുടെ ഈ പറയുന്ന കാൻഡിഡേറ്റ്സിനെ നിർത്തിയിരിക്കുകയാണ്. അതിന്റെ ലക്ഷ്യം എന്താ? അതിന്റെ ലക്ഷ്യം ഈ ആന്റി ഇൻകൺവെൻസി വോട്ടുകളെ അതിനെ സ്പ്ലിറ്റപ്പ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ മുമ്പിൽ പോകുന്നത്. കോൺഗ്രസിന് അനുകൂലമായി വരാൻ സാധ്യതയുള്ള വോട്ടുകൾ ബി ജെ പിക്ക്, സി പി എമ്മിന് കിട്ടാൻ സാധ്യതയില്ലാത്ത വോട്ടുകൾ കൂടി സി പി എമ്മിന് കൊടുക്കുക. ഇതിന് പിന്നെ അടിസ്ഥാനപരമായ ഒരു തത്വമുണ്ട്. എന്താണെന്നറിയാം, ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ച് അവർക്ക് സി പി എം ഇവിടെ അധികാരത്തിൽ വരുന്നൊന്നും യാതൊരു വലിയ പ്രശ്നമൊന്നുമില്ല. കാര്യം അവർ കേന്ദ്രത്തിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം കേരളത്തിൽ നടക്കുന്നുണ്ട്. പി എം ശ്രീ നടക്കുന്നുണ്ട്. ഈ പറയുന്ന RSS BJP ഡീലിന് വേണ്ടി അജിത് കുമാറും ദത്താത്രേയ ഹൊസബിളയും കാണുന്നുണ്ട്. പാലക്കാട് പേര് വെച്ച് മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുന്നുണ്ട്. കരോൾ സംഘത്തിന് നേരെ ആക്രമണം നടക്കുന്നുണ്ട്. കേരളത്തിൽ തീവ്രവാദ പരിപാടികളുടെ ഭാഗമായി കളമശ്ശേരിയിൽ സ്ഫോടനം നടക്കുന്നുണ്ട്. ഇതിനൊന്നും പ്രശ്നമില്ല. അപ്പൊ ബി ജെ പിയെ സംബന്ധിച്ച് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അത് CPM അധികാരത്തിൽ ഇരുന്നാൽ നടക്കും.